മൊബൈൽ ഉപയോഗത്തെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ഇന്നലെ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഒരു പ്രേക്ഷകൻ ബന്ധപ്പെട്ടത് ചോദിച്ചു, പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, പക്ഷേ അതെങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരാൻ കഴിയും, കുട്ടികളോട് എങ്ങനെ പറയും, ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരമാകും? സംഗതി പ്രശ്നമാണ്. പരിഹാരം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, ജാഗ്രത കാണിക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ അതിന് അഡിക്റ്റായി പോകുന്നത്. കുട്ടികൾക്ക് അതിലേക്കുള്ള വഴിയൊരുക്കുന്നത് യഥാർത്ഥത്തിൽ രക്ഷിതാക്കളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവർ ചെയ്യാൻ വേണ്ടി നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഓഫറാണ് യഥാർത്ഥത്തിൽ. ഇന്ന കാര്യം ചെയ്താൽ കുറച്ചു നേരം മൊബൈൽ കാണാൻ തരാം, കുറച്ചു നേരം കാർട്ടൂൺ കാണാൻ തരാം എന്ന് നമ്മൾ അവർക്ക് നൽകുന്ന ഓഫറാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞ കാര്യം അവർ ചെയ്യും, അനുസരിക്കും. അവരെ ഒതുക്കി നിർത്താനും അടക്കി നിർത്താനുമുള്ള ഒരു പോംവഴിയായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിതിനെ അവരിലേക്ക് വാതിൽ തുറന്നു കൊടുത്തത്. സത്യത്തിൽ അവർ പോലും അറിയാതെ അതിന് അഡിക്റ്റായതാണ്. അതിൻ്റെ കവാടം തുറന്നു കൊടുത്തത് ഉമ്മയും ബാപ്പയുമാകുന്ന നമ്മളാണ്. കാരണം നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യം, ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ, ഒരു 6 മാസം പ്രായമായ ഒരു കുട്ടി, ആ 6 മാസം പ്രായമായ കുട്ടി ഇടയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കും. ഉമ്മക്ക് എടുക്കേണ്ടി വരും, അതിന് പാല് കൊടുക്കേണ്ടി വരും, അതിനെ ശുശ്രൂഷിക്കേണ്ടി വരും. എന്നാൽ വീട്ടിൽ തൻ്റെ കണ്ണെത്തുന്ന ഭാഗത്ത് കമിഴ്ന്ന് കിടക്കാൻ മാത്രം പ്രായമായ ആ കുട്ടിയെ ഒരു ഷീറ്റ് വിരിച്ച് കിടത്തിയിട്ട് ആ കുട്ടി കാണുന്ന വിധം ഒരു സ്റ്റൂള് വെച്ച് ആ സ്റ്റൂളിന്റെ കാലിലേക്ക് മൊബൈൽ വെച്ചിട്ട് ചാരി വെച്ചിട്ട് അതിൽ വീഡിയോ ഓണാക്കിയിട്ടാണ് ഒരു ഉമ്മ. അതിൽ സ്ക്രീനിൽ മിന്നി പറയുന്ന പച്ചയും നീലയും ചുവപ്പും ലൈറ്റുകൾ കാണുമ്പോൾ കുട്ടി പോലും അറിയാതെ അങ്ങനെ ചിരിച്ചു പോകുന്നുണ്ടാവും. കുട്ടിക്ക് കമിഴ്ന്ന് കിടക്കാനേ കഴിയൂ, ഒന്ന് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല, കയ്യെത്തുന്ന ദൂരത്തല്ല, അപ്പുറത്താണ്. പക്ഷെ ആ മിന്നി പറയുന്നത് കുട്ടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഉമ്മക്ക് സുഖമാണ്, കാരണം ഉമ്മക്ക് പാത്രം കഴുകണം, അടിച്ചു വാരണം, അകം തുടക്കണം, ഡ്രസ്സുകൾ അലക്കണം, ഈ പണികളൊക്കെ കൃത്യമായി നടക്കും. കുട്ടിയുടെ ഒരു ശല്യമില്ല, ഒരു പ്രയാസപ്പെടുത്തലില്ല. കുട്ടി അവിടെ സുഖമായിട്ട് കിടക്കുന്നു. കുട്ടി ഇതിങ്ങനെ ഈ മിന്നി മറയുന്ന സ്ക്രീൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒന്നും അറിയാത്ത ആ കുട്ടിയെ സ്ക്രീനിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് സ്വസ്ഥമായി എനിക്ക് ജോലി ചെയ്യാം, അടുക്കള ജോലി ചെയ്യാം എന്ന ഉമ്മയുടെ കാഴ്ചപ്പാടാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ പോലും അറിയാതെ കുട്ടികൾ അതിന്റെ ഭാഗമായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സാഹചര്യങ്ങൾ കുറക്കുക എന്നതാണ് അതിനുള്ള പരിഹാരം. കുട്ടികൾക്ക് മൊബൈൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളെ കുറക്കുക. സാഹചര്യങ്ങൾ ഉണ്ടായാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിലേക്ക് എത്തിപ്പെടുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ, നമ്മുടെ ഓഫീസിൽ മേശയുടെ മുകളിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാത്രം ചിപ്സ് കൊണ്ടുവന്ന് വെച്ചു. ചിപ്സ് ഇഷ്ടമുള്ള ഒരാളാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ പോലും അറിയാതെ ആ ചിപ്സിന്റെ പാത്രം കാലിയായിട്ടുണ്ടാവും. നമ്മൾ ഈ വർക്കിനിടയിൽ അതിങ്ങനെ ഓരോന്നിടത്ത് തൊള്ളയിലേക്കിട്ട് നമ്മുടെ വർക്ക് തീരുമ്പോഴേക്ക് അല്ലെങ്കിൽ അതിന് മുമ്പേ ചിപ്സിന്റെ പാത്രം കാലിയായിട്ടുണ്ടാവും. നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. ഇതൊരു പ്രോസസ്സിംഗ് ആണ്. സാഹചര്യം കയ്യെത്തും ദൂരത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾ അതിലേക്ക് വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് മാതാപിതാക്കളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി അവർ ഇങ്ങനെ വഴി തുറന്നു കൊടുത്താൽ തീർച്ചയായും കുട്ടികൾ അതിന് അഡിക്റ്റ് ആവും. അതിന് പകരം അവർ മുറ്റത്തേക്ക് ഇറങ്ങട്ടെ, അവർ കളിക്കട്ടെ, പറമ്പിൽ കളിക്കട്ടെ, ഒരു നല്ല ഫുട്ബോൾ അവർക്ക് വാങ്ങിക്കൊടുക്കൂ, ആങ്ങളെയും പെങ്ങളും തട്ടിക്കളിക്കട്ടെ. ഇത് നമ്മൾ അവർക്ക് ചിട്ടയായിട്ട് മഴ കൊള്ളരുത്, വെയിൽ കൊള്ളരുത്, ചളിയാക്കരുത് തുടങ്ങിയുള്ള നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഗെയിം മൊബൈലിലാണ്. അതിന് പകരം പഴയ ഒരു കാലത്തേക്ക് കുറച്ച് സമയം അവർ കളിക്കട്ടെ. അവർ ചളിയിൽ, മണ്ണിനോട് ചേർന്ന് പന്ത് തട്ടി കളിക്കുന്ന, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളി കളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രകൃതിയോട് അവർക്കൊരു ബന്ധം ഉണ്ടാവും, ആ വീടിനോട് അവർക്കൊരു ബന്ധം ഉണ്ടാവും, ആ കുടുംബത്തോട് അവർക്കൊരു ബന്ധം ഉണ്ടാവും. ഇല്ലെങ്കിൽ അവർ ഈ സ്ക്രീനിന്റെ ലോകത്തായിരിക്കും. അതുകൊണ്ട് പകരം സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്നിട്ട് മെല്ലെ മെല്ലെ ഈ സ്ക്രീനിന്റെ ലോകത്ത് നിന്ന് സാഹചര്യങ്ങളെ നമ്മൾ കുറച്ചു കൊണ്ടുവരിക. ഇനിയും പരിഹാരങ്ങൾ ഒട്ടേറെയുണ്ട്, അടുത്ത വീഡിയോയിൽ പറയാം.